നിങ്ങൾ ഭാഗ്യമുള്ളവരാ എന്റെ അച്ഛൻ നായരെ. ഇത്തിരി വൈകിയെന്നല്ലേ ഉള്ളൂ. എന്നാലെന്താ നമ്മടെ കാമിനി മോക്ക് ഇത്രയും മൊഞ്ചുള്ള ചെക്കനെ 17-14 ദുനിയാവിലും തേടിയാ കിട്ടുവോ? ഒരിക്കലും കിട്ടൂല നായരെ. ആ ഒറ്റത്തടി ബടക്ക് കേട്ട സ്വഭാവം ഒന്നുമില്ല. എന്ത് പറയണ്? ആ ബീരാൻകുട്ടി പറഞ്ഞതൊക്കെ ശരി തന്നെ. എന്നാലും ചെറുക്കന് പെൺകുട്ടിയെ കണ്ടൊന്ന് ഇഷ്ടപ്പെടണ്ടേ? അല്ലേ ഭാഗ്യം? അതെ. അല്ല, അങ്ങനത്തെ ഒരു ബേജാറുണ്ടാ? എന്നാലേ അങ്ങനത്തെ ഒരു ബേജാറില്ല. ചെറുക്കൻ നിങ്ങളുടെ മോളെ കണ്ടേക്കണ്, ഓന് ഇഷ്ടായേക്കണ്. വെറുതെ ഈ ബീരാൻ വരുവോ? ഓൻ പറഞ്ഞിട്ടാ ഈ ബീരാൻകുട്ടി നിങ്ങളുടെ പടികേറി വന്നേക്കണ അച്ഛൻ നായരെ. ഞമ്മളെ നിങ്ങൾ എന്താ വിചാരിച്ച്? ഇതാണ് ചെറുക്കന്റെ ഫോട്ടോ. പേരെന്താന്നാ പറഞ്ഞു? ഉദയൻ. വലിയ പടവരക്കാരനാ. പിന്നെന്തിനാ ജോലിയും പണിയൊക്കെ? 3 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സ്വത്ത് ഓന്റെ തന്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇതാ മോളെ, മോക്ക് ചെറുക്കനെ ഇഷ്ടമായോ നോക്ക്. പൂവൻ ഭയം പോലിരിക്കണ ചെക്കനല്ലേ, ആരിക്കാ പിടിക്കാണ്ടിരിക്കുക. എന്താ ഇതൊക്കെ? ഇരിക്കേ ഇരിക്കേ. ആദ്യ രാത്രി വെളുക്കോളം ചിത്രം വരച്ചിട്ടും തീർന്നില്ലായിരിക്കും. അതെ, അങ്ങയുടെ ഭാര്യയെ സംസാരിക്കുന്നേ. കലയാണ് എന്റെ ആദ്യത്തെ ഭാര്യ. തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞത് ചിത്രരചനയെ കുറിച്ചാ. അതിനുള്ള സമയം കഴിഞ്ഞിട്ടേ കുടുംബജീവിതത്തിന് ഞാൻ നൽകൂ. ആയിക്കോട്ടെ, ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് കുളിച്ച് ക്ഷീണം തീർത്തിട്ട് ആയിക്കൂടെന്ന്. ഓ, ഇപ്പൊ പറഞ്ഞത് നല്ല കാര്യം തന്നെ. എന്തിനാ ഈ തലയിൽ കുങ്കുമൊക്കെ പൂശി ഒരുമാതിരി തമിഴത്തിയെ പോലെ? ഓ, ഞാൻ തമിഴത്തിയൊന്നുമല്ല, ഒന്നാന്തര നായർ തറവാട്ടിലെ പെണ്ണ. അതിന് തലയിൽ കുങ്കുമം പൂശണോ? ഭാര്യമാരായ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സുമംഗലകളുടെ ലക്ഷണം ഇത്. ശരിക്കൊന്നും വേണ്ട, ചെന്ന് കുളിച്ച് കാപ്പി കുടിക്ക്. എന്നിട്ട് ഇന്നത്തെ രാത്രി വരച്ചു തീർത്തോ. എന്താ ചെയ്യുന്നേ? എന്താ കണ്ടറിഞ്ഞൂടെ? ജോഗിങ്. അത് മനസ്സിലായി. മനസ്സിലാക്കി പിന്നെ ചോദിച്ചത്? കളിയാക്ക? അങ്ങനെ വെച്ചോ. ഈ തടിയുടെ രഹസ്യം എന്താ? അതോ, ഐ ആം എ കോംപ്ലൻ ബോയ്. ഓ, ഓൾഡ് ബോഡി ബിൽഡർ. യാ, ഓഫ് കോഴ്സ്. ഫോളോ മീ. ഹലോ. എന്താ പിണക്കോണോ? ക്ഷമിക്കുക കാമിനി. ആദ്യ രാത്രിയെ കുറിച്ച് കാമിനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കാം.
കാമനിക്കെന്നല്ല, വിവാഹിതയാകുന്ന ഓരോ പെൺകുട്ടികളുടെ സങ്കല്പങ്ങളുടെയും മോഹങ്ങളുടെയും വർണ്ണപ്പകട്ടിനെ കുറിച്ച് ഒരു കലാകാരനെ എനിക്ക്, പ്രത്യേകിച്ച് നിറക്കൂട്ടുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു ചിത്രകാരനാണ് ഞാൻ. ആ ചിത്രകാരനായ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല. എന്തു ചെയ്യാം, എന്നിലെ ചിത്രകാരനുണ്ടെന്നപ്പോ ആദ്യ രാത്രിയുടെ വർണ്ണങ്ങൾ മങ്ങുകയായിരുന്നു. കരയില്ലേ, വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഉദയ, വേറെ അറിയോ, ആരാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങത് കേൾക്കുന്നുണ്ടായിരിക്കും. സംശയമില്ല, ഞാനങ്ങേ അത്രയധികം ആരാധിക്കുന്നു. അതെ, ആ ടൗലൊന്ന് എടുത്തു തരുന്നേ. അകത്ത് വരുന്നേ. ഹലോ, അശ്വതിയാ? ഹായ് അശ്വതി, പറയൂ. വിളിക്കാൻ പറ്റിയില്ല. ശരി, കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നന്നായിട്ട് നടന്നു. എന്നാ നീ ഇല്ലാത്തൊരു കുറവുണ്ടായിരുന്നു. നന്നായി. കേരളത്തിലായിരുന്നെങ്കിൽ വരാമായിരുന്നു. നീ ഗുജറാത്തിലല്ലേ വെച്ചിരുന്നത്? അവിടെയൊക്കെ എങ്ങനെ പരിപാടി? അതൊക്കെ പോട്ടടി. 4 ഫ്രണ്ട്സിന് വേണ്ടി ഉമ്മ ചെറിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. എന്ത്, ഉമ്മയുടെ പാർട്ടിയോ? നീ അവളോട് സംസാരിക്കാൻ തുടങ്ങിയോ? ഞാനായിട്ട് ഫോൺ വിളിച്ചതല്ല, അവളാ. വരുമ്പോ ഹസ്ബൻഡിനെ കൂട്ടിട്ട് വരണം. തീർച്ചയായിട്ടും ഞാൻ പറയാം. നിന്റെ ഹസ്ബൻഡ് മൂടി ടൈപ്പാ, അതാ ഇതാന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങളാണ് ചീഫ് ഗസ്റ്റ്. വെറുതെ അതും ഇതൊന്നും പറയാതടി. തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും വരും. അവള് നമ്മുടെ കൂടെ പഠിച്ചതല്ലേ, എനിക്ക് അവളോട് ഒരു പിണക്കവും ഇല്ല. ഓക്കെ. അതെ, നിൽക്കൂ. നിൽക്കുന്നേ. എന്താ? ഞാനും വരുന്നുണ്ട്. നീ എന്റെ കൂടെ പത്രോഫീസിൽ വരാൻ പോവാണോ? എന്താ, കളിയാക്കാണോ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചത് കേട്ടല്ലോ. അവളുടെ വീട്ടിൽ പോണം. അശ്വതിയുടെ മാരേജിന് പോകാൻ കഴിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഇതിനെങ്കിലും പോയിട്ട് വരാം. സോറി കാമിനി, എന്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. MD-യുടെ മീറ്റിംഗ് ഇന്നലെ ഫിക്സ് ചെയ്തതാ. ശരി, എന്റെ പ്രോഗ്രാം ഇപ്പൊ ഫിക്സ് ചെയ്തതാ. അതുകൊണ്ട് വരില്ലെന്നാണോ? പ്ലീസ് ഡിയർ, എന്റെ ജീവിത ലക്ഷ്യം ഒരു വലിയ കലാകാരനായി പേരെടുക്കാനാ. ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന സ്വന്തം ആൽബം ലോകം മുഴുവൻ അയക്കാനിരിക്കുക. അതേപ്പറ്റി എനിക്ക് MD-യോടും സംസാരിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ലെന്നേ. അതെ, നിങ്ങളെ മാരേജ് ചെയ്തിട്ട് എനിക്ക് എന്തോ ഒരു സുഖം. ഫ്രണ്ട്സുകൾ എടുത്തും അപമാനിക്കടാ. അയ്യോ, ഓ സോറി, ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ വണ്ടി മുട്ടണല്ലേ? ഹലോ സർ, കാർ ഓടിക്കുമ്പോ കണ്ണ് റോഡി വേണം. ഇപ്പൊ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. അതാ ഒന്നും പറ്റില്ലല്ലോ. എനിക്ക് എന്ത് പറ്റിയാലും പ്രശ്നമില്ല. എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? എന്ത് നശിപ്പിച്ചു കളഞ്ഞു? പിന്നെ എന്താ സർ, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ചിത്രകാരൻ ഉദയം വരച്ച ചിത്രങ്ങളാ. നിങ്ങൾക്ക് എന്തറിയാം അതിന്റെ മഹാത്മ്യത്തെ പറ്റി? ആഫ്റ്റർ ഓൾ ഇത് വെറും പെയിന്റിംഗ് അല്ലേ? ഇത് പോയാലെന്താ? ഞാൻ നിനക്ക് വേറെ വാങ്ങിച്ചു തരാം. എന്താ ആഫ്റ്റർ ഓൾ പെയിന്റിംഗ് അല്ലേന്നോ? ഇത് ആരെ വരച്ചെന്നറിയോ? അറ്റ്ലീസ്റ്റ് പെയിന്റിങ്ങിനെ പറ്റിയെങ്കിലും അറിയോ? ഇത് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഉദയം വരച്ചതാ. ന്യായം പറയാൻ വന്നിരിക്കുന്നു. ഉദയനെ പറ്റി ഇത്രയ്ക്ക് പ്രശംസിക്കുന്നല്ലോ, നീ അയാളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. പക്ഷെ പെയിന്റിങ്ങിനെ പറ്റി നന്നായിട്ട് അറിയാം. പെയിന്റിങ്ങിനെ പറ്റിയൊന്നും എനിക്കറിയില്ല.
നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ച തന്നെ വേസ്റ്റാ. ഞാൻ ആരാണെന്നറിയാതെ പോകുന്ന പോക്ക് കണ്ടില്ലേ?